Okay, so design is the combination of science, engineering, technology and art. അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്നതാണ് ഡിസൈൻ. അല്ലെങ്കിൽ ഇതിലെല്ലാത്തിലും ഉണ്ടാവും ഡിസൈൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ അതിന് ഡിസൈൻ നമ്മൾ ചെയ്യണം. ഇപ്പൊ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സ്ട്രക്ചർ ആവാം, ലുക്സ് ആവാം. അതല്ല ഇനിയിപ്പോ നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ വി ആർ ഓൾ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയേഴ്സ്. സോ നമ്മളിപ്പോ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ് ഡിസൈൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ ടെക്നോളജി അല്ലെങ്കിൽ അതിന്റെ എഞ്ചിനീയറിംഗ്, അതിന്റെ സയൻസ് എന്താണെന്ന് നമ്മൾ ഡിസൈൻ ചെയ്യണം. ലൈക്ക് ദാറ്റ്. സോ യു കീപ് ദിസ് 4 words in your mind: science, engineering, technology and art. Okay, so the design is the combination of science, engineering, technology and art. അത് നിങ്ങൾ ഓർത്ത്, ഐ ഹോപ്പ് യു ഹാവ് യുവർ നോട്ട്ബുക്ക്. അപ്പൊ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ടോക്ക് നിങ്ങൾ എഴുതിയെടുക്കുക, നോട്ട്ബുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ ഐ ഡോണ്ട് നീഡ് ദ കംപ്ലീറ്റ് സെന്റൻസ് ബൈ സെന്റൻസ് കോപ്പിഡ് ഫ്രം ദ PPT. PPTയിൽ നിന്ന് നമ്മൾ കംപ്ലീറ്റ് സെന്റൻസ് ബൈ സെന്റൻസ് നിങ്ങൾ കോപ്പി ചെയ്യേണ്ട, പക്ഷേ ഹെഡിങ്സ് എഴുതണം. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ടുഡേ ഈസ് 6th May. അപ്പൊ 6th May എന്നൊരു ഡേറ്റ് ഇട്ടിട്ട് write the heading first, then note down the important points. Okay, and if there is any diagrams or images, you have to draw that. ഓക്കെ, അല്ലാതെ കംപ്ലീറ്റ് സെന്റൻസ് ബൈ സെന്റൻസ് നമ്മൾ നോട്ടിൽ എഴുതിയെടുക്കരുത്. വെറുതെ അത് വേസ്റ്റ് ആണ്, കാരണം PPT ഒക്കെ ഷെയർ ചെയ്യും. പക്ഷേ നോട്ട് എടുക്കാൻ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നിങ്ങൾക്ക് ഏതൊക്കെ പോർഷനുകൾ എടുത്തു എന്ന് നിങ്ങൾക്ക് ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നോട്ട്ബുക്ക് നോക്കാം. സെക്കൻഡ് ടൈം, അതായത് സെക്കൻഡ് ടൈം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് പഠിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്കൊരു എന്താ പറയാ ബാക്ക് സപ്പോർട്ട് പോലെ പെട്ടെന്ന് മനസ്സിലാവാനുള്ള രീതിയിൽ നിങ്ങൾക്ക് നോട്ട്ബുക്ക് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, so design is the combination of science, technology, engineering and arts. Keep that in your mind. So this is an example. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. Why design? Why we have to design something? We are manufacturing or we are building a number of things. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ എന്തിനാണ് അതിൽ ഡിസൈൻ? ഓക്കെ, so why the design is so important? ഇപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ സിലബസ് സ്റ്റാർട്ട് ചെയ്യാണ് നമ്മൾ. So why the design is so important? Sometimes the question might be asked like what is the importance of design എന്ന് ചോദിക്കും. അപ്പൊ ഈ പോയിന്റ്സ് ആണ് നമ്മൾ അവിടെ നോട്ട് ചെയ്യേണ്ടത്. സോ വിതൗട്ട് എ ഡിസൈൻ there would be no product. ഓക്കെ, ഒരു എൻഡ് പ്രൊഡക്റ്റ്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് വേറെ പെർസ്പെക്റ്റീവിലാണ്. അതായത് വി ആർ ഓൾ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആൻഡ് വി ആർ ഗോയിങ് ടു ബി എഞ്ചിനീയേഴ്സ്. ഓക്കെ, സോ ഇൻ അവർ പ്രൊഫഷൻ വി ഹാവ് ടു ഡിസൈൻ സംതിങ്, വി ഹാവ് ടു ബിൽഡ് സംതിങ്. ഇപ്പൊ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ BTech നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ നിങ്ങൾക്ക് പ്രോജക്റ്റുകൾ ചെയ്യേണ്ടി വരും. അത് എന്താ നമ്മുടെ കരിക്കുലത്തിന്റെ ഭാഗമാണ്. അപ്പൊ എന്തായാലും എല്ലാവർക്കും പ്രോജക്റ്റുകൾ ചെയ്യേണ്ടി വരും. പ്രോജക്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു വിൽ ഹാവ് എ മെയിൻ പ്രോജക്ട്, ഓൾസോ യു വിൽ ഡിസൈൻ പ്രോജക്ട്. ഓക്കെ, കീപ് ദിസ് ഇൻ യുവർ മൈൻഡ്. ഡിസൈൻ പ്രോജക്റ്റ് ഉണ്ടാവും, മെയിൻ പ്രോജക്റ്റ് ഉണ്ടാവും. അപ്പൊ ഈ പ്രോജക്റ്റുകളൊക്കെ ചെയ്യുന്ന സമയത്ത് അതല്ലാതെ നിങ്ങൾക്ക് എന്ത് പ്രോജക്റ്റുകൾ വേണമെങ്കിലും അതർ ദാൻ അക്കാഡമിക് പ്രോജക്ട്സുകളല്ലാതെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ടുവേർഡ്സ് ഈ ടെക്നോളജിയോടും ഇതിനോടൊക്കെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനോടൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് പ്രോജക്റ്റ് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, സോ വാട്ട് ഇസ് ദ ഇമ്പോർട്ടൻറ്റ് ഡിസൈൻ ഇൻ ദാറ്റ് പെർട്ടിക്കുലർ സിനാരിയോ? അതായത് വിതൗട്ട് എ ഡിസൈൻ ദർ വുഡ് ബി നോ പ്രൊഡക്റ്റ്. ദ റീസൺ ഇസ്, സേ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു, ഒരു ഓട്ടോമാറ്റിക് സാനിറ്റൈസർ ഡിസ്പെൻസർ മെഷീൻ ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞിരുന്നു. അപ്പൊ അതിന് എന്തൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ഇതൊന്നും ചിന്തിക്കാതെ, അതായത് വി ആർ ജസ്റ്റ് മേക്കിംഗ് ഇറ്റ് വിതൗട്ട് ഡിസൈനിങ് എനിത്തിങ്. ഓക്കെ, നമ്മൾ ഒന്നും ചിന്തിക്കാതെ ചുമ്മാ അങ്ങോട്ട് ഉണ്ടാക്കി തുടങ്ങിയപ്പോഴാണ് നമുക്ക് കുറെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവുന്നത്. നമുക്ക് ആദ്യം തന്നെ ഒരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അതിന് ഇത്രയും ബുദ്ധിമുട്ടുകളുണ്ടോ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറഞ്ഞാല് ഇപ്പൊ ഈ നമ്മുടെ ഓട്ടോമാറ്റിക് സാനിറ്റൈസർ ഡിസ്പെൻസർ മെഷീൻ ആയതുകൊണ്ട് അതില് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു തോന്നുന്നു, ടൈമിംഗ്. അതായത് എത്ര സെക്കൻഡ് നേരത്തേക്ക് അത് ഡിസ്പെൻസ് ചെയ്യണം. 1 സെക്കൻഡ് നേരത്തേക്കാണോ, 2 സെക്കൻഡ് നേരത്തേക്കാണോ, അതോ കൈ വെക്കുമ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് വീണുകൊണ്ടിരിക്കുവോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് വീണുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ അത് ഒരു ഡ്രോബാക്ക് ആണ്. അതേപോലെ തന്നെ കൈ വെച്ച് കഴിയുമ്പോൾ 1 മിനിറ്റോളം വീണുകൊണ്ടിരിക്കലും ഡ്രോബാക്ക് ആണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പ്ലാൻ ചെയ്യാതെ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഡിസൈൻ ചെയ്യാതെ നമ്മൾ ഉണ്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ദർ വിൽ ബി ഡിഫിക്കൽട്ടീസ്. ഓക്കെ, സോ വിതൗട്ട് എ ഡിസൈൻ ദർ വുഡ് ബി നോ പ്രൊഡക്റ്റ്. ഓക്കെ, ദെൻ
there would be no product. Then the first okay so the first thing that a customer will usually look at uh, it before deciding to purchase something is its design and how it looks. അപ്പോൾ ലുക്സിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ ലുക്സിന് വളരെ ഇമ്പോർട്ടൻസ് പറയാൻ കാരണം വെൻ എവർ വി ഗോ ടു പർച്ചേസ് സംതിങ്, നമ്മൾ ഫസ്റ്റ് ക്യാച്ച് ചെയ്യുന്നത് ലുക്ക് ആയിരിക്കും, അല്ലെങ്കിൽ അതിന്റെ എന്താ പറയാ എങ്ങനെയാണ് അത് ലുക്ക് ലൈക്ക് എന്നുള്ളത്, നമ്മൾ അട്രാക്റ്റീവ് ആയിട്ടിരിക്കുന്നതാണോ, അതല്ല ചുമ്മാ എന്തെങ്കിലും ഒരു ഡാർക്കൻ അല്ലെങ്കിൽ ഡൾ ആയിട്ടുള്ള ഒരു കളറോ അല്ലെങ്കിൽ ഡൾ ആയിട്ടുള്ള ഒരു അപ്പിയറൻസോ ആണോ എന്ന് നമ്മൾ നോക്കും. അപ്പൊ കുറച്ചും കൂടെ അട്രാക്റ്റീവ് ലുക്ക് അല്ലെങ്കിൽ ലുക്സ് ഉള്ളതായിരിക്കും നമ്മൾ കൂടുതൽ ക്യാച്ച് ചെയ്യുക. ഓക്കെ, so the first thing that a consumer will usually look at before deciding to purchase something is its design and how it looks. So this will be followed by reliability and quality of the item and then by the price. അപ്പൊ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുന്നത് ലുക്സ് ആണ്. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. നമ്മളൊരു മൊബൈൽ ഫോൺ വാങ്ങാൻ പോവാണ്. ഇപ്പൊ മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ നല്ലൊരു ലുക്സ് ഉള്ള ഒരു മൊബൈൽ ഫോൺ നമുക്ക് പെട്ടെന്ന് നമ്മുടെ കണ്ണിൽ പെടും. അതേ സമയത്ത് ഒരു സോപ്പ് പെട്ടി പോലെ ഇരിക്കുന്ന വലിയ സൈസ് ഉള്ള ഒരു മൊബൈൽ ഫോൺ ആണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ അത് വേണ്ട, അത് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള രീതിയിൽ മാറ്റി നിർത്തും. അപ്പൊ ആദ്യം ലുക്സ് നോക്കും, പിന്നെയാണ് നോക്കുന്നത് അതിന്റെ റിലയബിലിറ്റി. റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം നന്നായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്കിപ്പോൾ അത് വാങ്ങിക്കഴിഞ്ഞാൽ അത് എത്രത്തോളം യൂസ്ഫുൾ ആയിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ. ദെൻ റിലയബിലിറ്റി, ദെൻ ക്വാളിറ്റി ഓഫ് ദ ഐറ്റം. അപ്പൊ ഇതാണ് അതിന്റെ ഓർഡർ, ക്വാളിറ്റി ഓഫ് ദ ഐറ്റം ആൻഡ് ദെൻ ബൈ ദ പ്രൈസ്. ഓക്കെ, അപ്പോ മോസ്റ്റ് ഓഫ് ദ കൺസ്യൂമേഴ്സ് വാണ്ട് ഫോർ ദ പ്രൈസ്. ഓൾമോസ്റ്റ് ഒരു വലിയൊരു പെർസെൻറ്റേജ് ആൾക്കാർ പോലും പ്രൈസിനല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇപ്പൊ നമ്മൾ എത്ര രൂപയ്ക്ക് കൊടുത്ത് വാങ്ങുന്നതാണെങ്കിലും അതിന് അതിൻ്റെതായ വാല്യൂ ഉണ്ടെങ്കിൽ, മൂല്യമുണ്ടെങ്കിലാണ് നമുക്കത് യൂസ്ഫുൾ ആവുള്ളൂ. ഓക്കെ, പൈസ കുറവാണ്, അതിനനുസരിച്ച് അതിനകത്ത് ക്വാളിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് യൂസ്ഫുൾ ആവണമെന്നില്ല. ഇപ്പോൾ പൈസ കുറവുള്ള ഒരു മൊബൈൽ ഫോൺ വാങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നമ്മുടെ കോൺഫിഗറേഷൻസ് മീറ്റ് ചെയ്യണമെന്നില്ല, ചിലപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും നമുക്ക് വാങ്ങേണ്ടി വരും. അപ്പൊ നമുക്കിത് മൊബൈൽ ഫോണിന്റെ പൈസയായി. അതേപോലെ തന്നെ കംപ്ലൈൻസ് വരാം. ഇപ്പൊ പൈസ കുറവുള്ള ആണെങ്കിൽ അതിന് റിലയബിലിറ്റി കുറവായിരിക്കും, ക്വാളിറ്റി കുറവായിരിക്കും, ലുക്സ് കുറവായിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ. സോ ദ ഫസ്റ്റ് തിങ് ദാറ്റ് എ കൺസ്യൂമർ വിൽ ലുക്ക് അറ്റ് ബിഫോർ ഡിസൈഡിങ് ടു പർച്ചേസ് സംതിങ് ഈസ് ഇറ്റ്സ് ഡിസൈൻ. അപ്പൊ ഡിസൈൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഓർ ഹൗ ഇറ്റ് ലുക്സ്. This will be followed by reliability and quality of the item and then by the price. Price does not always comes first. അതാണ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞത്. പ്രൈസ് അല്ല ആദ്യം നോക്കുന്നത്. ഇപ്പൊ നമ്മൾ അറിയാം, നമ്മളിപ്പോ ചിലപ്പോൾ വല്ല ഡ്രസ്സ് ഒക്കെ എടുക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ ആദ്യം പ്രൈസ് ടാഗ് നോക്കുമായിരിക്കും. അത് ഡിഫറെന്റ് ആണ്. ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അറിയാം അതിൽ ഇത്രത്തോളം ക്വാളിറ്റി ഉള്ളൂ, അല്ലെങ്കിൽ ഇത്രത്തോളമാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം. ഇപ്പൊ ക്വാളിറ്റി അല്ലെങ്കിൽ നമ്മൾ ബ്രാൻഡഡ് നോക്കുന്നുണ്ടെങ്കിലാണ് പ്രൈസ് വേരിയേഷൻസ് വരുന്നുള്ളൂ. അതല്ലെങ്കിൽ ഒക്കെ നോർമൽ യൂസിനുള്ളതാണ് ഡ്രസ്സസ്. അപ്പൊ അവിടെയാണ് നമ്മൾ ആദ്യം തന്നെ പ്രൈസ് നോക്കുന്നത്. ഓക്കെ, അതേ സമയത്ത് ഒരു എഞ്ചിനീയറിംഗ് ഡിസൈനോ അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷനോ, ഇപ്പൊ ഒരു വീടിന്റെ കാര്യം നോക്കുമ്പോൾ നമ്മൾ പൈസ കുറവാണെങ്കിൽ നമുക്ക് പേടിയാവും. വീട് റെഡിമെയ്ഡ് ആയിട്ട് നമ്മൾ വാങ്ങുന്നവരുണ്ടല്ലോ, അപ്പൊ വില്ലാസോ അല്ലെങ്കിൽ ഇപ്പം അങ്ങനെ കുറെ ഉദാഹരണങ്ങൾ പറയുന്നതാണോ നിങ്ങൾക്കത് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പൊ അവര് പൈസ കുറവിന് വിൽക്കുകയാണെങ്കിൽ നമുക്ക് പേടിയാവും. സിമെന്റ് കുറച്ചിട്ടുണ്ടോ, കല്ല് കുറച്ചിട്ടുണ്ടോ, അതിനകത്ത് കമ്പി കുറച്ചിട്ടുണ്ടോ എന്നുള്ള കൺഫ്യൂഷൻസ് നമുക്ക് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം അതിന്റെ ലുക്സ് നോക്കും, പിന്നെ റിലേറ്റീവ് നോക്കും, ക്വാളിറ്റി നോക്കും, അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ പ്രൈസ് നോക്കുക. ഓക്കെ, സോ പ്രൈസ് ഡസ് നോട്ട് ഓൾവേസ് കം ഫസ്റ്റ്. Many people are willing to pay a bit more if they see benefits, and this is usually reflected in the design. അതായത് ഇപ്പൊ മൊബൈൽ ഫോൺസിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് പറയാണ്, ദർ ആർ മെനി പീപ്പിൾ ഹു ആർ വില്ലിംഗ് ടു പേ ബിറ്റ് മോർ. അപ്പോ ആപ്പിൾ ഐഫോൺസ് എല്ലാവർക്കും അറിയാം. ഐഫോൺസിനൊക്കെ ഒരു പരിധി വരെ വില കൂടുതലാണ്. അത് അതിന്റെ ബ്രാൻഡിന്റെ വില കൊണ്ടാണ്, അതേപോലെ തന്നെ അതിന്റെ ക്വാളിറ്റിയും കൊണ്ടാണ്. അതുകൊണ്ടാണ് ആൾക്കാർ കൂടുതൽ പൈസ കൊടുത്തിട്ട് ഒരു ഐഫോൺ വാങ്ങുന്നത്. അതേ സമയത്ത് അതിനേക്കാളും ഒരു 10% അല്ലെങ്കിൽ 20% വിലയുള്ള മൊബൈൽ ഫോൺസ്, ആൻഡ്രോയിഡ് ഫോൺസുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്ന സമയത്തും എന്തുകൊണ്ടാണ് ആൾക്കാർ വളരെയധികം പൈസ കൊടുത്തിട്ട് ആപ്പിൾ ഫോൺസ് വാങ്ങുന്നത്? ഓഫ് കോഴ്സ് അത് ഒരു എന്താ പറയാ, ഷോ ഓഫ് എന്നുള്ളൊരു ഫീച്ചർ അവിടെ ഉണ്ട്. പക്ഷെ അല്ല, ഒരു കാര്യം അവിടെ ഉണ്ട്, അത് അവിടെ മാറി നിൽക്കട്ടെ.
പക്ഷെ ബേസിക്കലി ആൾക്കാർ കാണുന്നത് അതിന്റെ റിലയബിലിറ്റി, ലുക്സ് ഉണ്ട്, റിലയബിലിറ്റി ഉണ്ട്, ക്വാളിറ്റി ഉണ്ട്, ബ്രാൻഡ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ പൈസ എന്ന് പറയുന്ന സംഭവം ഏറ്റവും ലാസ്റ്റ് ആണ് വരുന്നത്. So that is why many people are willing to pay a bit more if they see the benefits more. Benefits ആണ് കൂടുതൽ കാണുന്നത്. And this is usually reflected in the design. Okay, so manufacturing methods and so on could be extremely costly both in time and money. അപ്പോൾ പ്രോപ്പർ ആയിട്ട് ഡിസൈൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊരു ഫെയിലിയർ ആവാം. അപ്പോൾ നമ്മൾ വൈ ഡിസൈൻ ഇമ്പോർട്ടൻ്റ് എന്നാണ് പറയുന്നത്. ഡിസൈൻ ഒരു പ്രൊഡക്റ്റിനെ പ്രോപ്പർ ആയിട്ട് ഡിസൈൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതൊരു ഫെയിലിയർ ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഫെയിലിയർ ആണെന്നുണ്ടെങ്കിൽ അത് ഡിസൈൻ ചെയ്യാൻ എടുക്കുന്ന എഫർട്ടും അത് മാനുഫാക്ചർ ചെയ്യാൻ എടുക്കുന്ന എഫേർട്ടും ഒക്കെ വേസ്റ്റ് ആവും. ഓക്കെ, അപ്പോൾ ഒബ്വിയസ് ആണ് മാനുഫാക്ചറിങ് പ്രോസസ്സ് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് മെത്തേഡ്സും ഒക്കെ വളരെ കോസ്റ്റ്ലി ആണ്. അപ്പൊ അതിന് അക്കോർഡിംഗ്ലി നമ്മൾ ഡിസൈൻ നല്ല അടിപൊളിയാക്കി നിർത്തിയാൽ മാത്രമായിരിക്കും അതിനൊരു സെയിൽസോ അല്ലെങ്കിൽ അതിനൊരു ഡിമാൻഡോ ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ ഞാൻ ആദ്യം ഒരു കാര്യം ചെയ്യട്ടെ, ലോക്ക് ചെയ്യട്ടെ. നിങ്ങൾ ആരെങ്കിലും എക്സിറ്റ് ആയി പോവാണ്, തിരിച്ച് ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും മെസ്സേജ് അയക്കാം, എന്നിട്ട് അവർ എന്നോട് പറയാം കേട്ടോ. ഓക്കെ, ഞാൻ നമ്മുടെ മീറ്റിംഗ് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, വേറെ ഒന്നിനുമല്ല, ഇപ്പൊ ഇടയിൽ ആരും കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ ഇൻ ബിറ്റ്വീൻ നിങ്ങൾ ആരെങ്കിലും എക്സിറ്റ് ആയി പോയിട്ട് തിരിച്ച് കയറാൻ പറ്റുന്നില്ലെങ്കിൽ മെസ്സേജ് അയക്കാം, ഫ്രണ്ട്സിന് മെസ്സേജ് അയക്കാം. അപ്പൊ അവര് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. ക്ലാസ്സിന്റെ ഇടയിൽ ആയതുകൊണ്ടായിരിക്കും ഞാൻ അങ്ങനെ പറയുന്നത്. ഓക്കെ, വേറെ ഒന്നിനുമല്ല, നമ്മൾ നോക്കാൻ ആദ്യം തന്നെ ഒന്ന് മോണിറ്റർ ചെയ്യാം ആരൊക്കെ റെഗുലർ ആയിട്ട് ക്ലാസ്സിൽ കയറുന്നുണ്ട്. അറ്റൻഡൻസ് മാൻഡേറ്ററി ആണ്, അറ്റൻഡൻസ് ഞാൻ പ്രോപ്പർ ആയിട്ട് ഇടും. ഇന്ന് 53 പേര്. യെസ്, ആരാണ്? ഞാൻ ലാപ്പിൽ കൂടി കയറാൻ നോക്കാം, ലാപ്പിൽ കയറാൻ പറ്റുന്നില്ല, ലോക്ക് ചെയ്താ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഞാൻ അത് അൺലോക്ക് ചെയ്യാം. കയറി കഴിയുമ്പോൾ പറയണം കേട്ടോ. ഒരു 2 minutes ഞാൻ അൺലോക്ക് ചെയ്തിട്ടേക്കാം, അത് കഴിഞ്ഞിട്ട് ഞാൻ ലോക്ക് ചെയ്യും. ഫൈൻ. സോ ദാറ്റ് ഈസ് ദ ഡിസൈൻ. വൈ ദ ഡിസൈൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ലുക്സ് വേണം, അതേപോലെ റിലയബിലിറ്റി, ക്വാളിറ്റി, പ്രൈസ്, ഇതൊക്കെ സെറ്റ് ചെയ്യാനാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. പ്ലീസ് നോട്ട് ലുക്സ്, ഓക്കെ, റിലയബിലിറ്റി, ക്വാളിറ്റി, പ്രൈസ്, ഇതൊക്കെ പ്രോപ്പർ ആയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. സോ അഗെയിൻ നമ്മൾ അതിന്റെ ഡിസൈൻ, എഞ്ചിനീയറിംഗും ഡിസൈനും ഒക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ എഞ്ചിനീയറിംഗ് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം, ഡെഫിനിഷൻ ആണ്, ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നോട്ട് ചെയ്തെടുക്കാം. എഞ്ചിനീയറിംഗ് ഈസ് ദ അപ്ലിക്കേഷൻ ഓഫ് സയന്റിഫിക്, എക്കണോമിക്, social and practical knowledge in order to invent, build, design, develop and maintain various devices, systems, machines, structures and processes. അതായത് എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും ഉണ്ട്. ഓക്കെ, ബിടെക്കുകാരല്ല കേട്ടോ, എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും ഉണ്ട്. അതായത് എഞ്ചിനീയേഴ്സ് എന്താ ചെയ്യുന്നത്, അവർ സയന്റിഫിക് ആയിട്ടും എക്കണോമിക് ആയിട്ടുള്ളതും സോഷ്യലി ആൻഡ് പ്രാക്ടിക്കൽ നോളജ് ഒക്കെ വെച്ചിട്ട് കുറെ കാര്യങ്ങൾ ഇൻവെന്റ് ചെയ്യും, കുറെ കാര്യങ്ങൾ ബിൽഡ് ചെയ്യും, ഡിസൈൻ ചെയ്യും, ഡെവലപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഈ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, അപ്പൊ അതാണ് ചെയ്യുന്നത്. ഇൻവെന്റ്, ബിൽഡ്, ഡിസൈൻ, ഡെവലപ്പ് ആൻഡ് മെയിൻറ്റെയിൻ. ദിസ് ഈസ് വാട്ട് the engineers do. Okay, invent, build, design, develop and maintain. Okay, അപ്പൊ ഇതൊക്കെ ചെയ്യാനായിട്ടുള്ള സപ്പോർട്ടാണ് സയന്റിഫിക് ആയിട്ടുള്ള സപ്പോർട്ട്, എക്കണോമിക് ആയിട്ടുള്ള, സോഷ്യലി ആൻഡ് പ്രാക്ടിക്കൽ നോളജ്, ഇതൊക്കെ അവരുടെ സപ്പോർട്ട്സ് ആണ്. എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്, എന്തൊക്കെയാണ് അവർ കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഡിവൈസസ്, സിസ്റ്റംസ്, മെഷീൻസ്, സ്ട്രക്ചേഴ്സ് ആൻഡ് പ്രോസസ്സസ്, ഇതൊക്കെയാണ് അവർ ഉണ്ടാക്കുന്നത്. ഓക്കെ, സോ ഇതാണ് എഞ്ചിനീയറിംഗ്. അപ്പൊ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇരിക്കുന്ന റൂമിന് ചുറ്റും നോക്കി കഴിഞ്ഞാൽ എല്ലായിടത്തും എഞ്ചിനീയറിംഗ് ഉണ്ട്. നമ്മുടെ കൺസ്ട്രക്ഷൻ, നമ്മുടെ വീട് അല്ലെങ്കിൽ നമ്മുടെ റൂം ഉണ്ടാക്കിയിരിക്കുന്നതും, ഇലക്ട്രിസിറ്റി, നമ്മളിപ്പം മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ലാപ്ടോപ്പ് പവർ ചെയ്തിരിക്കുന്നതും, കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് എല്ലാം, നമ്മളിരിക്കുന്ന ചെയർ വരെ ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. അവരെയൊക്കെ നമുക്ക് എഞ്ചിനീയേഴ്സ് എന്ന് വിളിക്കാം. ഓക്കെ, ദെൻ കംസ് ദ ഡിസൈൻ. അപ്പൊ എഞ്ചിനീയറിംഗ് ആണ് എല്ലായിടത്തും ഉള്ളത്. അതിൽ എന്താണ് ഡിസൈൻ? Design is a plan or drawing produced to show the look and function
or workings of an object before it is made. അപ്പൊ എഞ്ചിനീയറിംഗിൽ നമ്മൾ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. കണ്ടുപിടിക്കും, ബിൽഡ് ചെയ്യും, ഡിസൈൻ ചെയ്യും, ഡെവലപ്പ് ചെയ്യും, മെയിൻറ്റെയിൻ ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഡ്രോയിങ്സ് ആണ്, അല്ലെങ്കിൽ ഒരു പ്ലാൻ ആണ് ഡിസൈൻ. ഓക്കെ, ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ എഞ്ചിനീയറിംഗിന് എന്ത് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഡിസൈനിങ് ആവശ്യമുണ്ട്. ഓക്കെ, these are the definitions of engineering and design. Now comes the engineering design. ഇപ്പൊ നമ്മൾ ആദ്യം എഞ്ചിനീയറിംഗ് എന്താന്ന് പറഞ്ഞു, പിന്നെ ഡിസൈൻ എന്താണെന്ന് പറഞ്ഞു, പിന്നെ എഞ്ചിനീയറിംഗിന്റെ അകത്ത് ഡിസൈനിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമ്മൾ പറയാൻ പോവാണ്. ഓക്കെ, സോ എഞ്ചിനീയറിംഗ് ഡിസൈൻ, ഇതാണ് നമ്മുടെ സബ്ജക്ട്, എഞ്ചിനീയറിംഗ് ഡിസൈൻ. Engineering design is the process of devising a system, component or process to meet desired needs. അപ്പോൾ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ടെക്നിക്കലോ അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഡിവൈസ് ചെയ്യുക, ഒരു സിസ്റ്റം ആയിക്കോട്ടെ, കമ്പോണന്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പ്രോസസ് ആയിക്കോട്ടെ, ഇതൊക്കെ കുറെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് സെറ്റപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഇനീഷ്യലി സെറ്റപ്പ് ചെയ്യുന്നതിനാണ് ഡിസൈൻ, എഞ്ചിനീയറിംഗ് ഡിസൈൻ എന്ന് പറയുന്നത്. അതായത് എഞ്ചിനീയറിംഗിന് ആവശ്യമുള്ള സാധനങ്ങൾ ആദ്യമേ സെറ്റപ്പ് ചെയ്യുന്നതിനെയാണ് എഞ്ചിനീയറിംഗ് ഡിസൈൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എൻ iterative design making process in which the basic sciences, mathematics and engineering sciences are applied to optimally convert resources to meet a stated objective. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം, നമ്മളിപ്പോൾ ഓൾറെഡി പറയുന്ന ഒരു ഉദാഹരണം തന്നെ വീണ്ടും പറയാം, സാനിറ്റൈസർ ഡിസ്പെൻസർ മെഷീൻ. ഓക്കെ, അപ്പൊ അത് സാനിറ്റൈസർ ഡിസ്പെൻസർ മെഷീൻ എന്ന് പറയുമ്പോൾ അതിന്റെ എയിം, ഇപ്പൊ ഞാൻ കിട്ടില്ല അങ്ങനെ ഒരു സാധനം, അപ്പൊ എനിക്കൊരു ആഗ്രഹമുണ്ട് അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ചിന്തിക്കുകയാണ് എന്തൊക്കെയാണ് നമ്മുടെ റിക്വയർമെന്റ്സ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ റിക്വയർമെന്റ്സ് എന്ന് ആദ്യം ചിന്തിക്കുകയാണ്. അപ്പൊ നമ്മൾ വിചാരിക്കുകയാണ് ഹാൻഡ്സ് ഫ്രീ ആയിട്ട്, ടച്ച്ലെസ് ആയിട്ട് സാനിറ്റൈസർ ഡിസ്പെൻസ് ചെയ്യണം. അപ്പൊ കൈ അടുത്ത് കൊണ്ടുവയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി സാനിറ്റൈസർ ഡിസ്പെൻസ് ചെയ്യണം. അത് കുറച്ച് നേരത്തേക്ക് മാത്രമേ വീഴാൻ പാടുള്ളൂ. ഒരു സെക്കൻഡോ 2 സെക്കൻഡോ നേരത്തേക്കാണ് ആ ഡ്രോപ്സ് ആയിട്ട് വീഴാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് സ്പ്രേ ചെയ്യോ എങ്ങനെയാന്ന് വെച്ചാൽ ചെയ്യണം. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു എയിം അല്ലെങ്കിൽ സ്റ്റേറ്റഡ് ഒബ്ജക്റ്റീവ് നമുക്കുണ്ട്. ഓക്കെ, അതാണ് സ്റ്റേറ്റഡ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഒരു സാധനം ഉണ്ടാക്കണം, അതാണ് സ്റ്റേറ്റഡ് ഒബ്ജക്റ്റീവ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിന്തിക്കുകയാണ് എന്തൊക്കെ വേണം. അപ്പോൾ ബേസിക് സയൻസ് നമ്മൾ യൂസ് ചെയ്യാണ്. അതായത് ഇപ്പോൾ ഒരു മോട്ടർ വേണം, വാട്ടർ അല്ലെങ്കിൽ സാനിറ്റൈസർ ഡിസ്പെൻസ് ചെയ്യാൻ ഒരു മോട്ടർ വേണം. മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ബോക്സ് ഉണ്ടാക്കി എടുക്കണം, ആ ബോക്സിന്റെ ഡയമെൻഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം. ദെൻ എഞ്ചിനീയറിംഗ് സയൻസ്, ഹലോ, ഓക്കെ, ദെൻ എഞ്ചിനീയറിംഗ് സയൻസ്, അതായത് നമ്മൾ ഒരു ചെറിയൊരു ടൈമിങ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു മൈക്രോ കൺട്രോളറോ മൈക്രോ പ്രോസസ്സറോ ഒക്കെ വെച്ചിട്ട് അത് പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യാം. അല്ലെങ്കിൽ ഒരു സെൻസർ കൈ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ, ഹലോ, ആരെങ്കിലും മൈക്ക് ഓൺ ചെയ്തായിരുന്നോ? സർ അതറിയാണ്ടായത്. നോ പ്രോബ്ലം, ഫൈൻ. സോ ഇതാണ് എഞ്ചിനീയറിംഗ് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കൊരു സ്റ്റേറ്റ് ഒബ്ജക്റ്റീവ് ഉണ്ടാവും, നമുക്കൊരു എയിം ഉണ്ടാവും. ആ എയിമിന് വേണ്ടിയിട്ട് നമ്മൾ ബേസിക് സയൻസും മാത്തമാറ്റിക്സും എഞ്ചിനീയറിംഗ് സയൻസും ഒക്കെ ക്ലബ് ചെയ്തിട്ട് നമ്മളൊരു ഐട്രേറ്റീവ് ഡിസൈൻ ഉണ്ടാക്കി. അതായത് ചിലപ്പോൾ ഒന്നിലധികം തവണയൊക്കെ നമ്മൾ ചെയ്തിട്ടായിരിക്കും ഒരു ഫൈനൽ ഡിസൈനിലേക്ക് എത്തുന്നത്. സോ ഇറ്റ് ഈസ് എസെൻഷ്യൽ to include a variety of realistic constraints such as economic factors, safety, reliability, aesthetics, ethics and social impact. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഒരു സാനിറ്റൈസർ ഡിസ്പെൻസർ മെഷീൻ പറഞ്ഞപ്പോൾ അത് ആളുകൾ കാണുമ്പം ഒരു അട്രാക്ഷൻ വേണം, അല്ലാതെ ചുമ്മാ ഒരു എന്താ പറയാ ഒരു പെട്ടി അല്ലെങ്കിൽ ഒരു ചുമ്മാ ഒരു ബോട്ടിലിൽ മുകളിൽ ഇങ്ങനെ ഡിവൈസുകൾ കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് വയ്ക്കുമ്പോൾ അതിനൊരു ഫിനിഷിംഗ് ഇല്ല, അല്ലെങ്കിൽ അതിനൊരു ഭംഗിയില്ല. അപ്പൊ അതിനൊരു എന്താ പറയാ എക്കണോമിക് ഫാക്ടേഴ്സ്, പൈസയ്ക്ക് ഉള്ളിൽ നിൽക്കണം. ചെറിയൊരു സാനിറ്റൈസർ ഡിസ്പെൻസർ മെഷീന് 1 ലക്ഷം രൂപ വരരുത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. അതേപോലെ തന്നെ സേഫ്റ്റി വേണം, കുറേ നേരം കഴിയുമ്പോൾ ഇത് ചൂടായി പൊട്ടിത്തെറിക്കാൻ പാടില്ല. അബ്ദുള്ള ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഓക്കെ, സേഫ്റ്റി, റിലയബിലിറ്റി വേണം, നമുക്ക് ട്രസ്റ്റ് ചെയ്യണം. എസ്തെറ്റിക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഡിസൈൻ, അതിന്റെ ഭംഗി.
എത്തിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കൈ വെക്കുമ്പോൾ അതിനകത്ത് വരണം, അത് കറക്റ്റ് ആയിട്ട് വരണം, അങ്ങനെയായിരുന്നു. അതേപോലെ സോഷ്യൽ ഇമ്പാക്ട്, അങ്ങനെയുള്ള ഒക്കെ. ഓക്കെ, ഓക്കെ. അപ്പൊ ഇതാണ് എഞ്ചിനീയറിംഗ് ഡിസൈൻ എന്ന് പറയുന്നത്. എഞ്ചിനീയറിംഗ് ഡിസൈനിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, നൗ കംസ് ദ ഡിസൈൻ ലെവൽസ്. ഡിസൈൻ ലെവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ തരത്തിലുള്ള ഡിങ് ഉണ്ട്. ഓക്കെ, വി ആർ ഗോയിങ് ഇൻ ടു ദ സിലബസ്. ഓക്കെ, നമ്മൾ സിലബസിലേക്ക് കടക്കുകയാണ്. ഡിസൈൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, എന്താണ് എഞ്ചിനീയറിംഗ്, എന്താണ് ഡിസൈൻ, എന്താണ് എഞ്ചിനീയറിംഗിൽ എന്താണ് ഡിസൈനിന്റെ ഇമ്പോർട്ടൻസ്, ഇതൊക്കെ നമ്മൾ കണ്ടു. ഇപ്പൊ നമ്മൾ നോക്കുകയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസൈൻ ലെവൽസ് ഓർ ദർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസൈനിങ് ഇൻ എഞ്ചിനീയറിംഗ്. അതാണ് അഡാപ്റ്റീവ് ഡിസൈൻ, ഡെവലപ്ഡ് ഡിസൈൻ ആൻഡ് ന്യൂ ഡിസൈൻ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അഡാപ്റ്റീവ് ഡിസൈൻ, ഡെവലപ്ഡ് ഡിസൈൻ ആൻഡ് ന്യൂ ഡിസൈൻ. നമുക്കിത് ഓരോന്നും എന്താണെന്ന് കാണാം. അധികമൊന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. സോ ഫസ്റ്റ് വി വിൽ സീ ദ അഡാപ്റ്റീവ് ഡിസൈൻ. അപ്പോ നോക്കുക, അഡാപ്റ്റീവ് മീൻസ് ചേഞ്ചിങ്. ഓക്കെ, ഒരു ഡിസൈൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മോസ്റ്റ്ലി ഡിസൈനേഴ്സ് വർക്ക് ബി കൺസേൺ വിത്ത് ദ അഡാപ്റ്റേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ഡിസൈൻസ്. ഒന്നുമില്ല, ഓൾറെഡി ഉള്ള ഒരു ഡിവൈസോ അല്ലെങ്കിൽ ഒരു ടെക്നിക്കോ അല്ലെങ്കിൽ ഒരു ടെക്നോളജിയോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം, അതിൽ ചെറിയ ചെറിയ സ്ലൈറ്റ് മോഡിഫിക്കേഷൻസ് വരുത്തിക്കൊണ്ടിരിക്കും, അപ്ഡേഷൻസ് നടത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ ചെറിയ ചെറിയ ഡിസൈൻ അപ്ഡേഷൻസ് നടത്തുന്നതിനെയാണ് അഡാപ്റ്റീവ് ഡിസൈൻ എന്ന് പറയുന്നത്. That is, the designer has to do to make minor modifications, അല്ലെങ്കിൽ the designer will make minor modifications. So in order to do that, usually they will change the dimension. Sometimes അതിന്റെ ഡയമെൻഷൻ ഒന്ന് ചേഞ്ച് ചെയ്യും, സംടൈംസ് അതിന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യും, അല്ലെങ്കിൽ സംടൈംസ് അതിന്റെ സൈസോ അല്ലെങ്കിൽ അതിന്റെ ചെറിയ ചെറിയ ഫംഗ്ഷൻസോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ അൾട്ടിമേറ്റ്ലി ബേസിക് ആയ കാര്യത്തിന് ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ അതുമായി കൂടുതൽ ഫീച്ചേഴ്സോ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങളും നമ്മളിങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, സോ the design activity of this kind demands no special knowledge or skill, and the problems presented are easily solved by a designer with ordinary technical training. അതായത് ഇതിന് വലിയ തലയൊന്നും വേണ്ട, അല്ലെങ്കിൽ വലിയൊരു എഞ്ചിനീയറോ വലിയൊരാളോ വേണമെന്നില്ല ഈ അഡാപ്റ്റീവ് ഡിസൈൻ ചെയ്യാൻ. നോർമൽ ആയിട്ടിരിക്കുന്ന ആർക്ക് വേണമെങ്കിലും അഡാപ്റ്റീവ് ഡിസൈൻ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഒരു ഉദാഹരണം പറയാം, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അഡാപ്റ്റീവ് ഡിസൈൻ പറയാവോ, ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ള അഡാപ്റ്റീവ് ഡിസൈൻസ് എന്തെങ്കിലും? ജിസ, റോൾ നമ്പർ 62, ജിസ, can you say an example for adaptive design? ഹലോ സർ. യെസ്, പറഞ്ഞോളൂ. അഡാപ്റ്റീവ് ഡിസൈൻ എന്താണെന്ന് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഡിസൈനിൽ ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് വരുത്തി പുതിയ അപ്ഡേഷൻസ് വരുത്തുന്നതിനാണ് അഡാപ്റ്റീവ് ഡിസൈനിങ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറയാവോ? ജിസ പോയോ? പറഞ്ഞോ, ഒരു എക്സാമ്പിൾ പറയൂ. ഒന്നും ഇപ്പൊ മൊബൈൽ ഫോണിലാണോ ജോയിൻ ചെയ്തിരിക്കുന്നത്? അതെ. ഓക്കെ, മൊബൈൽ ഫോൺ തന്നെ ഇപ്പൊ നമ്മൾ ആൻഡ്രോയിഡ് ഫോൺസ് നോക്കുകയാണെങ്കിൽ ആദ്യകാല ആൻഡ്രോയിഡ് ഫോൺസും ഇപ്പോഴും തമ്മിൽ വളരെ വ്യത്യാസങ്ങളില്ലേ? പക്ഷെ ബേസിക് ഫീച്ചേഴ്സ് ഒക്കെ കുറെ സെയിം ആണ്, അതിലിങ്ങനെ മോഡിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അതാണ് അഡാപ്റ്റീവ് ഡിസൈൻ. പക്ഷെ അത് ഒരു കോംപ്ലക്സ് എക്സാമ്പിൾ ആണ്. സിമ്പിൾ ആയിട്ട് ഓക്കെ, യു ക്യാൻ മ്യൂട്ട്. ബാക്കിയുള്ള എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ എലിവേറ്റർ, ലിഫ്റ്റ്, അല്ലെങ്കിൽ ഒരു വാഷിംഗ് മെഷീൻ. ഓക്കെ, ഈ വാഷിംഗ് മെഷീന്റെ പർപ്പസ് എന്താ? തുണി അലക്കുക. അൾട്ടിമേറ്റ്ലി വാഷിംഗ് മെഷീൻ കണ്ടുപിടിച്ച അന്ന് മുതൽ ഇന്ന് വരെ അത് തുണി അലക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ചേഞ്ചസ് വരുന്നുണ്ട്. അതായത് ഇപ്പൊ ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നുണ്ട്. അതിൽ എത്രത്തോളം അതിന്റെ എന്താ പറയാ, എത്രത്തോളം തുണികൾ അതിനകത്ത് ഇടാൻ പറ്റും, അതിന്റെ ലിറ്റർ പറയും, 7 ലിറ്റർ 10 ലിറ്റർ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സ്പേസസോ അല്ലെങ്കിൽ സൈസ് ഒക്കെ ചേഞ്ച് ചെയ്യും. അതേപോലെ എലിവേറ്റർ, ലിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യകാലത്ത് സ്ലൈഡിങ് ആയിട്ടുള്ള ഡോർസ് ആയിരുന്നു. ഒരു എന്താ പറയാ, ഗ്രില്ല് പോലുള്ള ഒരു സാധനം സ്ലൈഡ് ചെയ്തിടുന്നതായിരുന്നു. അത് മാനുവലി നമ്മൾ ചെയ്യണം. പിന്നെ അത് ഓട്ടോമാറ്റിക്കലി ആയി.
പിന്നെ ആൾക്കാരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് അതിന്റെ സൈസ് വേരി ചെയ്യും. പിന്നെ അതിന്റെ ഈ ഷട്ടർ രണ്ട് സൈഡിലും വരും, അല്ലെങ്കിൽ ട്രാൻസ്പെർട്ടുള്ള ലിഫ്റ്റർ ആയിരിക്കും. അങ്ങനെയുള്ള ബേസിക് അല്ല, സ്ലൈറ്റ് ആയിട്ടുള്ള മോഡിഫിക്കേഷൻസ് ആണ് വരുന്നത്. അഡാപ്റ്റ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ദ അഡാപ്റ്റീവ് ഡിസൈൻ. ഓക്കെ, അപ്പം വലിയ ചേഞ്ചസ് അല്ല, പക്ഷെ അഡാപ്റ്റീവ് ഡിസൈൻ ആണ് അവിടെ വരുന്നത്. ഓക്കെ, സോ നിങ്ങളിത് നോട്ട് ചെയ്തെടുത്തെന്ന് വിചാരിക്കുന്നു. അഡാപ്റ്റീവ് ഡിസൈൻ ആണ്. സോ ദ ഡിസൈനർ ഹാസ് ടു ഡു മൈനർ മോഡിഫിക്കേഷൻസ്, അല്ലെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ടെക്നോളജിയിൽ അപ്ഡേഷൻസ് വരുത്തുന്നതിനാണ് അഡാപ്റ്റീവ് ഡിസൈൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ആയിട്ട് എലിവേറ്റർ, വാഷിംഗ് മെഷീൻ, എക്സെട്ര. മൊബൈൽ ഫോൺ എന്താ പറയാ, ഹൈ എൻഡ് എക്സാമ്പിൾ ആണ്. കാരണം മൊബൈൽ ഫോണിൽ ചെറിയ ചേഞ്ചസ് അല്ല വരുന്നത്, കോംപ്ലക്സ് ആയിട്ടുള്ള ചേഞ്ചസ് വരുന്നുണ്ട്. അത് നമുക്ക് അടുത്ത കേസിൽ പറയാം. ഫൈൻ. സോ ദിസ് ഈസ് ദ അഡാപ്റ്റീവ് ഡിസൈൻ. ഇസ് ഇറ്റ് ക്ലിയർ? വിൽ ഇലക്ട്രിക് കാർസ് ഇൻക്ലൂഡ്? അത് നമുക്ക് അടുത്തത് കേസിൽ ക്രിസ് ചോദിച്ച ഒരു ചോദ്യമാണ്. നല്ല ചോദ്യം, ഗുഡ്. അത് നമുക്ക് അടുത്തൊരു ഡിസൈൻ ലെവലാണ്. അതെന്താന്ന് ഞാൻ പറയാം. അഡാപ്റ്റീവ് ഡിസൈൻ. ഓക്കെ, സോ ദിസ് ഈസ് അഡാപ്റ്റീവ് ഡിസൈൻ. നെക്സ്റ്റ് ഇസ് ഡെവലപ്മെന്റ് ഡിസൈൻ. ഡെവലപ്മെന്റ് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡിസൈനെ നമ്മൾ ബേസ് ആയിട്ട് എടുത്തിട്ട് അതിലും വലിയ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസൈൻ ചെയ്തെടുത്തു. അതാണ് ഇലക്ട്രിക് കാർസ്. എ വെരി ഗുഡ് എക്സാമ്പിൾ ഇസ് ഇലക്ട്രിക് കാർസ്. അപ്പൊ കാർസ് എന്ന് പറഞ്ഞാൽ എന്താ? കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാസഞ്ചേഴ്സിന് ഇരുന്ന് ട്രാവൽ ചെയ്യാൻ പറ്റണം, ഡ്രൈവ് ചെയ്യാൻ പറ്റണം, അത്രേ ഉള്ളൂ. അപ്പൊ അത് ഡീസൽ എഞ്ചിൻ ആയിക്കോട്ടെ, പെട്രോൾ എഞ്ചിൻ ആയിക്കോട്ടെ, ഇലക്ട്രിക് കാർസ് ആയിക്കോട്ടെ, അത് കുഴപ്പമില്ല. അപ്പോൾ ഇലക്ട്രിക് കാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അഡാപ്റ്റേഷൻ മാത്രമല്ല, അതിന് കോംപ്ലക്സ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ചേഞ്ച് വന്നു, ടെക്നിക്കുകൾ ചേഞ്ച് വന്നു, ടെക്നോളജി ചേഞ്ച് വന്നു, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അത് ഫ്യൂവൽ നമ്മൾ യൂസ് ചെയ്യുന്നില്ല, ഇലക്ട്രിക് ബാറ്ററീസ് ആണ്. അപ്പൊ അത് ഒരു ഡെവലപ്മെന്റ് ഡിസൈൻ ആണ്. കൺസിഡറബിളി മോർ സയന്റിഫിക് ട്രെയിനിങ് ആൻഡ് ഡിസൈൻ എബിലിറ്റി ആർ നീഡഡ് ഫോർ ഡെവലപ്മെന്റ് ഡിസൈൻ. ശരിയാണ്, കാരണം ഒരു ഡീസൽ കാറോ ഒരു പെട്രോൾ കാറോ അല്ല ഇലക്ട്രിക് വെഹിക്കിൾ. ഇലക്ട്രിക് കാർ എന്ന് പറയുന്നത് അതുള്ള എഞ്ചിൻ മാറി, എഞ്ചിൻ ഇല്ല, പകരം ഒരു ഇലക്ട്രിക് മോട്ടറാണ്. അപ്പൊ എഞ്ചിൻ മാറി കഴിയുമ്പോൾ തന്നെ ഇപ്പൊ നമുക്കൊരു ഡീസൽ എഞ്ചിനോ പെട്രോൾ എഞ്ചിനോ ആണെങ്കിൽ അതിനകത്ത് തൗസൻഡ്സ് ഓഫ് മൂവിങ് എലമെന്റ്സ് ഉണ്ടാവും. അതായത് റോട്ടിങ്ങോ അല്ലെങ്കിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നതോ അനങ്ങിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരുപാട് എലമെന്റ്സ് ഉണ്ടാവും ഒരു ഡീസൽ കാറിലോ പെട്രോൾ കാറിലോ. പക്ഷേ ഒരു ഇലക്ട്രിക് മോട്ടർ ആണ് അല്ലെങ്കിൽ ഇലക്ട്രിക് കാറിനാണെങ്കിൽ അതിന്റെ കമ്പോണൻസ് അല്ലെങ്കിൽ അതിന്റെ നമ്പർ ഓഫ് മൂവിങ് എലമെന്റ്സ് ആർ റെഡ്യൂസ്ഡ് സിഗ്നിഫിക്കന്റ്ലി. ഓക്കെ, അപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടെക്നോളജിനെ മോഡിഫൈ ചെയ്ത് വേറൊരു ലെവലിലേക്ക് എത്തിക്കുന്ന പരിപാടിയാണ് ഡെവലപ്മെന്റ് ഡിസൈൻ. സോ ദ ഡിസൈനർ സ്റ്റാർട്ട്സ് ഫ്രം എൻ എക്സിസ്റ്റിംഗ് ഡിസൈൻ, but the final outcome may differ markedly from the initial product. ഓക്കെ, അപ്പൊ വേറൊരു എക്സാമ്പിൾ ആണ് നമ്മൾ ടെലിഫോൺ എന്ന് പറയാം. ടെലിഫോൺ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഉള്ളത് വയേർഡ് ടെലിഫോൺ ആയിരുന്നു. നമ്മൾ ലാൻഡ് ലൈൻ എന്നൊക്കെ പറയുന്ന വയേർഡ് ടെലിഫോൺ ആയിരുന്നു. പക്ഷെ അതിനെ നമുക്ക് കോളിംഗ് ഫെസിലിറ്റി ആണ് നമുക്ക് അൾട്ടിമേറ്റ്ലി വേണ്ടത്. ഒരാളെ വേറൊരാളായിട്ട് വിളിക്കണം, അതിനാണ് നമ്മൾ ഫോൺസ് യൂസ് ചെയ്തിരുന്നത്. അപ്പൊ അതിനെ ബേസിക് ആയിട്ട് വെച്ചിട്ട് പിന്നെ വയർലെസ് ഫോണുകൾ വന്നു, മൊബൈൽ ഫോൺസ് ഒക്കെ വന്നു. ഓക്കെ, അപ്പൊ മൊബൈൽ ഫോൺസ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആളെ വിളിക്കുക, ഒരു രണ്ട് ആൾക്കാർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് മൊബൈൽ ഫോൺസ് ചെയ്യുന്നത്. പക്ഷേ ആദ്യകാലത്ത് ഉണ്ടായിരുന്ന ലാൻഡ് ലൈനിൽ നിന്ന് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മൊബൈൽ ഫോണിലേക്ക് എത്തി. അപ്പൊ ബേസിക് ആയിട്ടുള്ള ഒരു ഡിസൈൻ ഐഡിയയിൽ നിന്ന് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഔട്ട്കംത്തിലേക്ക് എത്തി, അല്ലെങ്കിൽ ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഔട്ട്കംത്തിലേക്ക് എത്തി. അത് ഡെവലപ്മെന്റ് ഡിസൈൻ. ഓക്കെ, സോ അതിന്റെ എക്സാമ്പിൾസ് ഇവിടെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇലക്ട്രിക് കാർസ്, ക്രിസ് പറഞ്ഞ ഒരു എക്സാമ്പിൾ, അത് നല്ലൊരു എക്സാമ്പിൾ ആണ് കേട്ടോ, ഇലക്ട്രിക് കാർസ്. ദെൻ ഡെവലപ്മെന്റ് കുഡ് ബി ഫ്രം എ മാനുവൽ ഗിയർ ബോക്സ് ഇൻ എ കാർ ടു എൻ ഓട്ടോമാറ്റിക് വൺ. ഒബ്വിയസ് ആണ്, നമുക്ക് മാനുവൽ ഗിയർ ബോക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൈ കൊണ്ട് 1 2 3 4 5 6 ഒക്കെ ചേഞ്ച് ചെയ്യണം. ഓട്ടോമാറ്റിക് ആണെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട കാര്യം അറിയുന്നില്ല. അപ്പൊ അൾട്ടിമേറ്റ്ലി എന്താണ്, ആ എൻജിൻ അത് ആ റൊട്ടേറ്റ്, ആ എനർജി അവിടെ നിന്ന് വീൽസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഗിയർ സിസ്റ്റം. അപ്പൊ അത് സ്പീഡിനനുസരിച്ചിട്ട് അത് വേരി ചെയ്തുകൊണ്ടിരിക്കും, അത്രേ ഉള്ളൂ. അപ്പൊ അത് ഗിയർ ബോക്സ് എന്നുള്ള ഒരു ടെക്നിക്ക് നമ്മൾ മാനുവലിൽ നിന്ന് ഓട്ടോമാറ്റിക്കിലേക്ക് മാറ്റി. അതേപോലെ ടെലിവിഷൻ, ആദ്യ കാലത്തുള്ള ടി വി നമുക്കറിയാം, ഒരു ട്യൂബ് ഉള്ള വലിയ പെട്ടികളായിരുന്നു. ഇന്നത്തെ കാലത്ത് നിങ്ങൾ അങ്ങനത്തെ ടിവികൾ കാണുന്നുണ്ടാവില്ല. ഒക്കെ LCD ഒക്കെ ഇപ്പൊ LED-യും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, വലിയ വലിയ ടിവികളൊക്കെയാണ്, പ്രൊജക്ടേഴ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്വൽസ് കാണും. അപ്പൊ അതിന്റെ ടെക്നോളജി ഇങ്ങനെ മോഡിഫൈ ചെയ്ത് വേറെ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞു ഇപ്പൊ തന്നെ.
അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ വേറൊരു എക്സാമ്പിൾ ആണ് വയർഡ് ഫോൺസ് ടു മൊബൈൽ ഫോൺസ്. വയർഡ് ഫോണിന്റെ ആവശ്യം എന്തായിരുന്നു? നമുക്ക് ഒരു രണ്ട് പേര് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ, ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റത്തേക്ക് ഫോൺ വിളിക്കാം. ഇന്ന് വയർലെസ് ഫോണാണ്, മൊബൈൽ ഫോൺസ് ആണ്. ടെക്നോളജി വളരെയധികം മാറി, വളരെയധികം ഡിസൈൻ ചേഞ്ചസ് വന്നു, കുറേയും കൂടെ കോംപ്ലക്സ് ആയി, അങ്ങനെയുള്ള കാര്യങ്ങൾ. സോ ദാറ്റ് ഈസ് കോൾഡ് ദ ഡെവലപ്മെന്റ് ഡിസൈൻ. ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയയിൽ നിന്ന് കംപ്ലീറ്റ്ലി ന്യൂ ഒരു ഡിസൈൻ, കംപ്ലീറ്റ്ലി ന്യൂ ഒരു ഔട്ട്കം ഉണ്ടാക്കുന്നതിനാണ് ഡെവലപ്മെന്റ് ഡിസൈൻ എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് ദ തേർഡ് വൺ ഈസ് ന്യൂ ഡിസൈൻ. ന്യൂ ഡിസൈൻ ഈസ് ഓൺലി എ സ്മോൾ നമ്പർ ഓഫ് ഡിസൈൻസ് വിച്ച് ആർ ന്യൂ. അപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഇന്ന് കാലത്ത് ആരും എന്ന് പറയാൻ പറ്റില്ല, ഇന്ന് കാലത്ത് നമ്മുടെ 99% ആൾക്കാരും ചെയ്യുന്നത് വേറൊരു ടെക്നോളജി എടുത്തിട്ട് അതിനെ മോഡിഫൈ ചെയ്തിട്ട് പുതിയതാക്കി മാറ്റുന്നു. അതായത് അഡാപ്റ്റീവ് ഡിസൈൻ ആണ് ഓൾമോസ്റ്റ് എല്ലാവരും ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ പ്രോജക്റ്റുകൾ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? വേറെ ആരെങ്കിലും ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റ് എടുക്കും, അതിൽ നമ്മുടേതായ കൂടെ ഐഡിയാസ് ഒക്കെ കൂട്ടിച്ചേർത്തിട്ട് ചെയ്യും. അപ്പൊ ഒന്നുകിൽ അത് അഡാപ്റ്റീവ് ഡിസൈൻ ആയി പോവും, അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ഡിസൈൻ ആയി പോവും. അപ്പൊ അതാണ് നമ്മൾ നോർമലി എല്ലാവരും ചെയ്യുന്നത്. ന്യൂ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ന്യൂ ആയിട്ടുള്ള ഒരു ടെക്നോളജി കണ്ടുപിടിച്ച്, സ്വന്തം തല ഉപയോഗിച്ച്, സ്വന്തം കഴിവ് ഉപയോഗിച്ച് ഇരുന്ന് കണ്ടുപിടിച്ച് അതിനെ ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്നത് ടെക്നിക്കാണ്, മെത്തേഡാണ് ന്യൂ ഡിസൈൻ. അപ്പോൾ ഒബ്വിയസ് ആണ്, അത് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഓൺലി എ സ്മോൾ നമ്പർ ഓഫ് ഡിസൈൻസ് ആർ ന്യൂ ഡിസൈൻസ്. വളരെ ചെറിയ നമ്പേഴ്സ് ആയിരിക്കും ന്യൂ ഡിസൈൻസ് ഉണ്ടാവുന്നത്. ആൻഡ് ദിസ് ഈസ് പോസിബിളി ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ലെവൽ in that generating a new concept, which involves mastering all the previous skills in addition to creativity and imagination, insight and foresight. അപ്പൊ അതിനും വളരെയധികം സ്കിൽസ് ആവശ്യമുണ്ട്. സ്കിൽസ് വേണം, ക്രിയേറ്റിവിറ്റി വേണം, ഇമാജിനേഷൻ വേണം, ഇൻസൈറ്റ് വേണം, ഫോർസൈറ്റ് വേണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം എന്തിന്? ഒരു പുതിയ ഡിസൈൻ ഉണ്ടാക്കാനായിട്ട്. ഓക്കെ. അപ്പൊ നിങ്ങൾക്കൊരു ന്യൂ ഡിസൈൻ ഒരു എക്സാമ്പിൾ പറയാമോ? ജുവലിന് പറയാമോ ഒരു പുതിയ ഡിസൈൻ എക്സാമ്പിൾ? ജുവൽ, ഇപ്പൊ ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യാത്തവർക്ക് ഞാൻ ആബ്സെന്റ് ഇട്ട് വെക്കും കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ട് സാർ അറിയില്ല എന്ന് പറയണം, അത്രേ ഉള്ളൂ. നമ്മൾ ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് റാൻഡം ആണ്, അത് നിങ്ങളുടെ ഭാഗ്യം അനുസരിച്ചിട്ടിരിക്കും. ഞാൻ വിളിക്കുമ്പോൾ നിങ്ങൾ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ ആബ്സെന്റ്. ഫെമി ഉണ്ടോ? ഫെമി, റോൾ നമ്പർ 51. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയാമോ? എക്സാമ്പിൾ അറിയാന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ നോ പ്രോബ്ലം. ന്യൂ ഡിസൈൻ. ഓക്കെ, വേറെ ആർക്കെങ്കിലും? സാറേ ആറ്റം ബോംബ്. ഓ, അതൊരു വല്ലാത്ത എക്സാമ്പിൾ ആയിപ്പോയല്ലോ. ഓക്കെ, ആറ്റം ബോംബ് ആദ്യമായിട്ട് ഉണ്ടാക്കിയപ്പോൾ അതൊരു ന്യൂ ഡിസൈൻ ആയിരുന്നു, ശരിയാണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈൻ ഓഫ് ഫസ്റ്റ് ഓട്ടോമൊബൈൽ, ഡിസൈൻ ഓഫ് ഫസ്റ്റ് എയർപ്ലെയിൻ, ഡിസൈൻ ഓഫ് ഫസ്റ്റ് ക്യാമറ. അപ്പൊ ഡിസൈൻ ഓഫ് ഫസ്റ്റ് ഓഫ് എവറിത്തിങ് ഈസ് ന്യൂ ഡിസൈൻ. നമ്മൾ ഇന്ന് കാണുന്ന എല്ലാത്തിന്റെയും ആദ്യത്തെ ഡിസൈൻ എന്തായിരുന്നു? അതാണ് ന്യൂ ഡിസൈൻ. അപ്പൊ ഒരു എയറോപ്ലെയിൻ ആദ്യം ഡിസൈൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഓട്ടോമൊബൈൽ ആദ്യം ഡിസൈൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ക്യാമറ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതേപോലെ ആറ്റം ബോംബിന്റെ കാര്യം പറഞ്ഞു, ബോംബ് ഫസ്റ്റ് ഡിസൈൻ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഇന്നൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി അനുസരിച്ചിട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഓട്ടോമൊബൈൽ, എയർപ്ലെയിനിലും ക്യാമറയിലൊക്കെ. പക്ഷെ അതിന്റെയൊക്കെ ആദ്യത്തെ ഡിസൈൻ എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിരുന്നു കണ്ടുപിടിക്കാൻ. അപ്പൊ ആദ്യം നമുക്കൊരു സ്റ്റാർട്ടിങ് കണ്ടുപിടിക്കാനാണ് ബുദ്ധിമുട്ട്, പിന്നെ അതൊക്കെ ഓടിക്കോളും. ഓക്കെ, സോ ദീസ് ആർ ദ ഡിഫറെന്റ് ഡിസൈൻ ലെവൽസ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ 3 കാര്യങ്ങൾ: അഡാപ്റ്റീവ് ഡിസൈൻ, ഡെവലപ്ഡ് ഡിസൈൻ ആൻഡ് ന്യൂ ഡിസൈൻ. ഓക്കെ, മനസ്സിലായോ എല്ലാവർക്കും? എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? എനിബഡി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോ. ദിസ് ഈസ് എ ക്വസ്റ്റ്യൻ ടുവേർഡ്സ് യു. എല്ലാം പുതിയതായിട്ട് തുടങ്ങിയപ്പോൾ അത് ന്യൂ ഡിസൈൻ ആയിരുന്നു. അപ്പൊ നമുക്ക് അറിയാനുള്ള കാര്യങ്ങളും ചിലപ്പോ 10 കൊല്ലം മുമ്പത്തെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു 10 കൊല്ലത്തിനുള്ളിൽ പുതിയതായിട്ട് കണ്ടുപിടിച്ചിരിക്കുന്ന ഡിസൈൻസ്, പുതിയതായിട്ട് കണ്ടുപിടിച്ചിരിക്കുന്ന ടെക്നോളജി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാമോ? ഭാവന, എനി ഐഡിയ? ഈ ഒരു ക്വസ്റ്റ്യൻ, സ്ലൈഡിൽ കാണുന്ന ക്വസ്റ്റ്യൻ, ഒരു എൻറ്റയർലി ന്യൂ ഡിസൈൻ, ഈ ഒരു 10 വർഷത്തിനുള്ളിൽ കണ്ടുപിടിച്ചിരിക്കുന്ന എൻറ്റയർലി ന്യൂ ഡിസൈൻ എന്തെങ്കിലും
പറയാനുണ്ടോ? ഒരു എക്സാമ്പിൾ. എന്ത് മനസ്സിൽ തോന്നുന്നത് എന്താന്ന് വെച്ചാൽ പറഞ്ഞോ. ഉം. അറിയില്ല. ഇല്ല? ഓക്കെ. കാതറിൻ? കാതറിൻ സെബി ഇല്ല സർ. പറഞ്ഞോളൂ. എനി ഐഡിയ? ഹലോ സർ. യെസ്, പറഞ്ഞോളൂ. ഹലോ സർ, റീസെന്റ് ഉണ്ടാക്കിയ ഹ്യൂമൻ റോബോട്ട്. ഹ്യൂമൻ റോബോട്ട്. ഓക്കെ, 10 വർഷം. ഹ്യൂമൻ റോബോട്ട് അതിന് മുമ്പ് ഉണ്ടായിരുന്നോ എന്ന് അറിയില്ല. 10 വർഷത്തിനുള്ളിലാണ് ഹ്യൂമൻ റോബോട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് എ ഗുഡ് എക്സാമ്പിൾ. എൻറ്റയർലി ന്യൂ ഡിസൈൻ ആണ്. ഹ്യൂമനോയിഡ് എന്ന് പറയുന്നത് മനുഷ്യന്മാരെ പോലെ ബിഹേവ് ചെയ്യുക അല്ലെങ്കിൽ സംസാരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഫൈൻ. പിന്നെ ഞാൻ 1-2 എക്സാമ്പിൾസ് പറയാം. വിർച്വൽ റിയാലിറ്റി. വിർച്വൽ റിയാലിറ്റി നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ അറിയാം. വിർച്വൽ റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിർച്വൽ 3Dയിൽ നമുക്ക് അതിന്റെ ഒരു ഗാഡ്ജറ്റ് വെച്ച് കഴിഞ്ഞിട്ട് വിർച്വൽ റിയാലിറ്റി നമുക്ക് കാണാൻ പറ്റും. അതേപോലെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്, എനിക്ക് പെട്ടെന്നൊന്നും ഓർമ്മ വന്നില്ല, അതാണ് ഞാൻ വിർച്വൽ റിയാലിറ്റി എന്ന് പറഞ്ഞത്. പിന്നെ ഡ്രോൺസ് എന്ന് പറയുന്നത് ഒരു പുതിയ ഡിസൈൻ ആണ്. അതിനു മുമ്പ് 10 വർഷങ്ങൾക്ക് മുമ്പൊന്നും ചിലപ്പോൾ ഡ്രോൺസ് ഉണ്ടായിരുന്നുണ്ടാവില്ല. ഡ്രോൺസ് കൊണ്ട് ഇപ്പോൾ ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട്, ഒരുപാട് യൂസ് ഉണ്ട്. എന്താ പറയുക, അഗ്രികൾച്ചർ ഫീൽഡിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ഫീൽഡുകളിൽ നമുക്ക് ഡ്രോൺസ് യൂസ് ഉണ്ട്. അപ്പം എന്താ പറയുക, ആർമീസ് യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ മെഡിക്കൽ പർപ്പസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥലത്തൊക്കെ നമ്മൾ ഡ്രോൺസ് യൂസ് ചെയ്യുന്നുണ്ട്. എക്സ്പ്ലോറേഷൻ, വീഡിയോ റെക്കോർഡ് ചെയ്യാൻ, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഡ്രോൺസ് യൂസ് ചെയ്യുന്നുണ്ട്. ഫൈൻ. അങ്ങനെയുള്ള കാര്യങ്ങളാണ് 10 വർഷത്തിനുള്ളിൽ കണ്ടുപിടിച്ചിരിക്കുന്ന പുതിയ ഡിസൈൻസ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക. ദിസ് ഇസ് ജസ്റ്റ് എൻ അസൈൻമെന്റ്. എല്ലാവരും മിനിമം ഒരു 5 ന്യൂ ഡിസൈൻസ് എങ്കിലും കണ്ടുപിടിക്കണം. ഈ 10 വർഷത്തിനുള്ളിൽ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു 5 ന്യൂ ഡിസൈൻസ്. ഓക്കെ, അത് നിങ്ങൾ എല്ലാവരും അപ്ലോഡ് ചെയ്യണം. അപ്പൊ ഞാൻ ഓൾറെഡി മറ്റേ ഗൂഗിൾ ക്ലാസ് റൂം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എൻറോൾ ചെയ്യാനുള്ള ലിങ്ക് തരാം. അതിനകത്തേക്ക് നിങ്ങൾ അപ്ലോഡ് ചെയ്താൽ മതി. ടൈപ്പ് ചെയ്തൊരു ഫോം ഇട്ട് തന്നേക്കാം. 5 എണ്ണം എൻ്റർ ചെയ്യാൻ പറഞ്ഞാൽ അത് അങ്ങനെ എൻ്റർ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും പുതിയതായിട്ട് ഡിസൈൻസ്. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയാം. ആൻഡ്രോയിഡ് ക്യാൻ ബി സോഫ്റ്റ്വെയർ ഓർ ഹാർഡ്വെയർ, എനിത്തിങ്. ആൻഡ്രോയിഡ് എന്ന് പറയുന്നത് പുതിയ ഡിസൈൻ. അത് 10 വർഷത്തിന് മുകളിലായും തോന്നുന്നു. 10 വർഷത്തിന് മുകളിലായും തോന്നുന്നു. എന്തായാലും ആൻഡ്രോയിഡ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം കണ്ടുപിടിച്ചത് ഒരു പുതിയ ഡിസൈൻ ആണ്. അപ്പൊ അതിനു മുമ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല, അതിനു മുമ്പുള്ള മൊബൈൽ ഫോൺസ് ഒക്കെ ക്ലൗഡ് ഗെയിമിംഗ്, എക്സാക്ട്ലി ക്ലൗഡ് ഗെയിമിംഗ് ഒന്നും ആദ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ പുതിയ ഡിസൈൻസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു 5 ഡിസൈൻസ് നിങ്ങൾ എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് എൻ അസൈൻമെന്റ്. ഞാൻ എന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് തന്നിട്ട് അത് അപ്ലോഡ് ചെയ്യാൻ പറയും. ഇനി അതേപോലെ തന്നെ കുറെ എഞ്ചിനീയറിംഗ് ഡിസൈൻസ് ഫെയിലിയർ ആയിട്ടുണ്ട്. ആ എഞ്ചിനീയറിംഗ് ഡിസൈൻസ് ഫെയിലിയർ ആവാനുള്ള റീസൺസ് ഞാൻ ജസ്റ്റ് വായിച്ചു പോവാം. അത്ര ഇമ്പോർട്ടന്റ് അല്ല, നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഇൻകറക്റ്റ് ഓർ ഓവർ എക്സ്റ്റെൻഡഡ് അസംഷൻസ്. ഇൻകറക്റ്റ് ഓർ ഓവർ എക്സ്റ്റെൻഡഡ് അസംഷൻസ്. Poor understanding of the problem to be solved. Incorrect design specifications. Faulty manufacturing and assembly. Error in design calculations. Incomplete experimentation and inadequate data collection. Errors in drawings. Faulty reasoning from good assumptions. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ഒരു ഡിസൈൻ ഫെയിലിയർ ആയി പോവാം. ഓക്കെ, അപ്പൊ ഈ പോയിന്റ്സ് നിങ്ങൾ വായിച്ചൊന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി. ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ഡിസൈൻ ഒക്കെ മോശമായി പോവാം. നൗ കംസ് ദ ഡിസൈൻ പ്രോസസ്. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ ഈ ഡിസൈൻ പ്രോസസ്സ് ചെയ്യേണ്ടത്? ആൻഡ് വൺ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇസ് ദാറ്റ് ഈ ഒരു സബ്ജക്റ്റിൽ നിങ്ങൾ ഈ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫ് ലോങ് ലേണിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഒരു ഉദാഹരണം പറയാം. ഇപ്പോ ദിസ് ഈസ് ദ ഫേസസ് ഓഫ് ഡിസൈൻ പ്രോസസ്. ഇതിപ്പോ ഞാൻ വെറുതെ ഇത് ഞാൻ ഓർത്തപ്പോ പറയണമെന്നേ ഉള്ളൂ. ഇതിനകത്ത് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ
ഏതൊരു ഫീൽഡിൽ പോയാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് നമ്മൾ ജോലി കിട്ടിയാൽ ആ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്താ ചെയ്യുന്നത്? ഒരു ക്ലയന്റ് ഉണ്ടാവും. ക്ലയന്റ് ചിലപ്പോൾ US-ലോ അല്ലെങ്കിൽ UK-ലോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലോ ഒക്കെ ഇരിക്കുന്ന ഒരു ക്ലയന്റ് ആയിരിക്കും. ക്ലയന്റ്. അപ്പൊ അയാൾ പറയും എനിക്ക് ഇന്ന കാര്യങ്ങൾ വേണം, എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾ റെഡിയാക്കി തരണം. അപ്പോൾ അയാളുടെ റിക്വയർമെന്റ്സ് എന്താണെന്ന് മനസ്സിലാക്കി അത് എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഒബ്ജക്റ്റീവ്സ് ഉണ്ടാക്കി കഴിയുമ്പോൾ അതിന് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കി അങ്ങനെ ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ചെയ്യും. അതാണ് ഡിസൈൻ പ്രോസസ്. ഓക്കെ. അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണെങ്കിൽ നമുക്ക് ഈ ഡിസൈൻ പ്രോസസ്സുകൾ അറിഞ്ഞിരിക്കണം. ഇനി അതല്ല, ഒരു ഹാർഡ്വെയർ എഞ്ചിനീയർ, ഇപ്പൊ നിങ്ങൾ ഒരു എംബഡഡ് സിസ്റ്റം എഞ്ചിനീയർ ആണെങ്കിൽ നിങ്ങൾ ഒരു ഡിവൈസ് ഉണ്ടാക്കാൻ പോവുകയാണെങ്കിൽ എന്താണ് ആ ആവശ്യം എന്ന് ആദ്യം കണ്ടുപിടിക്കണം. എന്നിട്ട് അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, അതിനുള്ള ബുദ്ധിമുട്ടുകൾ കൺസ്ട്രെയിൻസ് എന്താണ്, അത് ചെയ്യേണ്ട ഫങ്ഷൻസ് എന്താണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അതേപോലെ ഇപ്പൊ നിങ്ങളിപ്പോ ഒരു എന്ത് ചെയ്യുകയാണെങ്കിലും, ഇപ്പൊ എന്ത് ഉണ്ടാക്കുകയാണെങ്കിലും, എന്ത് ക്രിയേറ്റീവ് ആയിട്ട് എന്ത് ചെയ്യുകയാണെങ്കിലും യു വിൽ ഹാവ് ടു ഗോ ത്രൂ ഓൾ ദീസ് ഫേസസ് ഓഫ് ഡിസൈൻ പ്രോസസ്. ഓക്കെ. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു സബ്ജക്ട് നിങ്ങളുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാൻ കാരണം. ഓക്കെ. അപ്പൊ ഞാൻ ഡിസൈൻ പ്രോസസ് ഒന്നുകൂടെ പറയാം. ഡിസൈൻ പ്രോസസ് ഈസ് എ സീക്വൻസ് ഓഫ് ഇവന്റ്സ് ആൻഡ് എ സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് that helps to define a clear starting point that takes the designer from visualizing a product in his or her imagination to realizing it in the real life in a systematic manner. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് അറിഞ്ഞു കഴിഞ്ഞാൽ, ഈ ഡിസൈൻ പ്രോസസ്സ് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ കുറേയും കൂടെ പ്രൊഡക്ടിവിറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ കുറേയും കൂടെ എഫിഷ്യൻസി ഉണ്ടാവും, കുറേയും കൂടെ ഫാസ്റ്റർ ആയിരിക്കും. കാരണം എന്താ, നമുക്ക് ഓൾറെഡി അറിയാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഇതൊന്നും അറിയാതെ നമ്മളൊരു കാര്യം ഡിസൈൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കുറേ സമയങ്ങളെടുക്കും, ചിലപ്പോൾ മാസങ്ങളോ വർഷങ്ങളോ എടുക്കും. അതേ സമയത്ത് ഈ ഡിസൈൻ പ്രോസസ്സ് ചെയ്യാന്നുണ്ടെങ്കിൽ, അതായത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മളൊരു ഉദാഹരണം പറഞ്ഞു, ഓട്ടോമാറ്റിക് സാനിറ്റൈസർ ഡിസ്പെൻസർ മെഷീൻ, അങ്ങനെ ഒരു സാധനം. ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാനുള്ള ഒരു കാര്യം ആയതുകൊണ്ടും അതൊരു ഡിസൈൻ ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റിൽ നിങ്ങൾ ആലോചിക്കും എന്നുള്ളത് കൊണ്ടാണ് അത് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ആവശ്യങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി, അതിന് വേണ്ടിയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് കണ്ടുപിടിച്ചു, പിന്നെ അതിന്റെ ഡിഫിക്കൽട്ടീസ് എന്താണെന്ന് കണ്ടുപിടിച്ചു. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും, ചെയ്ത് ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇരിക്കുകയാണ്, ആദ്യം തന്നെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെയാണ് മനസ്സിലാവുന്നത്, ഓ ഇതിന് ഇന്ന പ്രശ്നങ്ങളുണ്ട്, അപ്പോൾ വീണ്ടും അത് ഉണ്ടാക്കാൻ നിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ വീണ്ടും അത് മോഡിഫൈ ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ we should have a proper design process. Okay. So design process is a sequence of events. Okay. Sequence of events and set of guidelines that will help a designer to make his product in a systematic manner. അപ്പോൾ അതാണ് ചെയ്യുന്നത്. ഇറ്റ്സ് എ സീക്വൻസ് ഓഫ് ഇവന്റ്സ് ഓർ ഗൈഡ് ലൈൻസ് ടു ബി ഫോളോഡ് ഫോർ എ ഡിസൈനർ ടു മേക്ക് എ സക്സസ്ഫുൾ പ്രൊഡക്റ്റ്. ഇപ്പോൾ ഒരു സക്സസ്ഫുൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനുള്ള ഡിസൈൻ പ്രോസസ് അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് ആണ് ഡിസൈൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അത് രണ്ട് തരത്തിൽ നമുക്ക് പറയാം, രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്യും. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് നിർത്താട്ടോ. എവല്യൂഷണറി ചേഞ്ച് ഉണ്ട്, ഇന്നോവേഷൻ ഉണ്ട്. എവല്യൂഷണറി ചേഞ്ച് ആണ് നമ്മൾ ആദ്യം പറഞ്ഞത്, വലിയ പ്രോപ്പർ ആയിട്ടുള്ള ഡിസൈൻ ഒന്നും ഇല്ലാതെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് പോകുന്നതിനാണ് എവല്യൂഷണറി ചേഞ്ച് എന്ന് പറയാം. ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ എൻറ്റയർ ആയിട്ട് ന്യൂ ക്രിയേറ്റിവിറ്റിയും അല്ലെങ്കിൽ സ്വന്തം സ്കില്ലും യൂസ് ചെയ്തിട്ട് ഇന്നോവേറ്റീവ് ആയിട്ട് സംഭവം കണ്ടുപിടിക്കും. അതാണ് എവല്യൂഷണറി ചേഞ്ചും ഇന്നോവേഷനും. ഓക്കെ. അത് കഴിഞ്ഞിട്ട് വരുന്ന ഫേസസ് ഓഫ് ഡിസൈൻ പ്രോസസ് ആണ് ഈ കാണുന്നത്. അപ്പൊ ഇത് നമുക്ക് അടുത്ത ദിവസം ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ തൽക്കാലം നിങ്ങൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അറ്റൻഡൻസ് എടുക്കാം. ആ അറ്റൻഡൻസ് എടുക്കുന്ന സമയത്ത് അറ്റൻഡൻസ് എടുത്ത് കഴിഞ്ഞിട്ട് വരുന്നവര് ഇതൊന്ന് നോട്ട് ചെയ്തെടുക്കാം. ഓക്കെ. നിങ്ങൾ ഒരു ബോക്സ് വരച്ചിട്ട് ഇങ്ങനെ ആരോ മാർക്ക് ഇട്ട് വെച്ചാൽ മതി. അതായത് വൺ ആഫ്റ്റർ അനദർ എന്നുള്ള രീതിയിലാണ് ഇത് പോകുന്നത്. അപ്പോൾ ദിസ് ഈസ് ദ ഫേസസ് ഓഫ് ഡിസൈൻ പ്രോസസ്. നമുക്ക് അടുത്ത ദിവസം എടുക്കാം. അപ്പോൾ അറ്റൻഡൻസ് വിളിക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം അറ്റൻഡൻസ് വിളിച്ച പോലെ തന്നെ റോൾ നമ്പേഴ്സ് വെച്ചിട്ട്
വിളിക്കാം. നിങ്ങൾ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ, സോ റോൾ നമ്പർ 1 ആദിത്യ കൃഷ്ണ. വൺ പ്രസന്റ് അല്ല, ആദിത്യ കൃഷ്ണ. 1 ആദിത്യ കൃഷ്ണ, അല്ലെങ്കിൽ ഒരൊറ്റ ആദിത്യ ഉള്ളൂന്നുണ്ടെങ്കിൽ ആദിത്യ എന്ന് ടൈപ്പ് ചെയ്താലും മതി. റോൾ നമ്പർ 2 എന്ന് എഴുതണ്ട, വെറും 2 ഡോട്ട് അഹാന. അഹാന അല്ലേ? അഹ്ന. ഓക്കെ, അഹ്ന അങ്ങനെ എഴുതിയാൽ മതി. റോൾ നമ്പർ 1 യെസ്. റോൾ നമ്പർ 3 ആകാശ്. 4 5 അഭിറാം ഉണ്ടോ? പ്രസന്റ് സാർ. ടൈപ്പ് ചെയ്യൂ അഭിറാം. നിങ്ങൾക്ക് മ്യൂട്ട് ചെയ്ത് അൺമ്യൂട്ട് ചെയ്ത് അല്ല അത് പോണില്ല, മെസ്സേജ് പോണില്ല. ഓക്കെ, റോൾ നമ്പർ 6 ഇല്ല. 7 8 9 10 11 12 13 14 15 14 ഉണ്ട്. 15 16 ഇല്ല. 17 18 19 19 ഇല്ല. ഓക്കെ, 20 21 22 22 ഇല്ല. 23 ഉണ്ട്. 24 25 26 27 28 29 30 31 31 ഇല്ല. 32 33 34 35 36 നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് വെക്കാം, എന്നിട്ട് ഞാൻ കോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റർ ചെയ്താൽ മതി. 36 ഉണ്ടോ? ഇല്ല. 37 38 39 40 41 42 43 44 44 ഉണ്ടോ? 45 46 47 48 49 50 വേഗം 51 52 53 54 54 ഇല്ല. 55 56 ഇല്ല. 57 58 59 60 61 and 62. Okay, you can leave. Absentees are roll number 6 19 23 31 32 36 39 44 56 and 61. ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ 31 ഉണ്ട്. ഓക്കെ, വേറെ ആരെങ്കിലും? 41 ഞാൻ വിളിച്ചിട്ടില്ല. ഹലോ സർ. ഓക്കെ സാർ. Others can leave. നെറ്റ് കട്ടായി അറ്റൻഡൻസിന്റെ ടൈമിൽ. ആരാ റോൾ നമ്പർ?